ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഡോൺലി മാമൻ്റെ സിനിമ തന്നെ വേണം എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഈ വർഷം പുറത്തിറങ്ങിയ ഡോൺലി മാമൻ്റെ ഒരു അടിപൊളി ഹൊറർ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹൊറർ സിനിമകളിലൊക്കെ ഡോൺലി മാമൻ അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ അഭിനയിക്കും. മനുഷ്യന്മാരെയൊക്കെ ഇടിച്ചിടിച്ച് മടുത്തിട്ട് ഇപ്പോൾ പ്രേതങ്ങൾ ഇടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മാമൻ. അപ്പം അങ്ങനെ ഇന്ന് നമുക്കൊരു പ്രേത ഇടിപ്പടം കാണാം, ഹോളി നൈറ്റ് ഡീമൺ ഹണ്ടേഴ്സ്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വലിയൊരു പഴയ കെട്ടിടം. ആ കെട്ടിടത്തിനകത്തേക്ക് 2 മനുഷ്യർ വരുന്നുണ്ട്. ഒരു പോലീസുകാരനും കൂടെ ഒരു പരാതിക്കാരനും. ഇവർ 2 പേരും അതിനകത്ത് ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ആണും പെണ്ണും നിപ്പുണ്ടാവും. അവരോട് ആ പോലീസുകാരൻ ബോയ് അകത്തുണ്ടോ, ഞാൻ ചെന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് ചെല്ലാണ്. അപ്പൊ കസേരയിലിരുന്ന് വട്ടം കറങ്ങി ഇവരൊരു നോട്ടമൊക്കെ നോക്കി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ കുലുങ്ങുകയാണ് നമ്മുടെ നായകൻ ഗുണ്ടുപാപ്പി. ഈ പോലീസുകാരനും പരാതിക്കാരനും ഡോൺലി മാമന് ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയും, അത് ആ പരാതിക്കാരന്റെ മോളാണ്. അവളെ കുറച്ച് നാളുകളായിട്ട് കാണുന്നില്ല. അവളങ്ങനെ പറയാതെ എങ്ങോട്ടും പോകുന്ന പെൺകുട്ടിയല്ല. എന്നാൽ കുറച്ച് നാളുകളായി അവളുടെ കൂട്ടുകെട്ട് ശരിയല്ല. എനിക്കറിയാത്ത ആരൊക്കെയോ കൂടെയുണ്ടെന്ന് ആ ഡാഡി പറയും. ഈ കേസ് അന്വേഷിച്ച ആളാണ് നമ്മുടെ പോലീസുകാരൻ. അയാൾക്ക് ഈ കേസ് അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായത് പോലീസുകാർ ഡീൽ ചെയ്താൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. ഡോൺലി മാമൻ തന്നെ ഡീൽ ചെയ്യണം. അതുകൊണ്ടാണ് മാമൻ ആ ഡാഡീനെയും വിളിച്ച് ഇങ്ങോട്ട് വന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ മാമൻ വിരുന്നുകാർ വന്നിട്ടുണ്ടല്ലോ, കുടിക്കാൻ വല്ലത് എടുത്തോണ്ട് വാന്ന് പറഞ്ഞ് ഓഫീസ് ബോയിനെ പറഞ്ഞോട്ടും. ഈ സമയത്ത് പോലീസുകാരൻ ആ കാണാതായ പെൺകുട്ടി അവസാനമായിട്ടെടുത്ത ഇൻസ്റ്റാഗ്രാം ഫോട്ടോ അത് മാമന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്നും അവൾ ഇപ്പം എവിടെയാണുള്ളതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷെ അങ്ങോട്ട് പോകാൻ പോലീസിന് പേടിയാണ്. ഹീറോ തന്നെ പോണം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസ് ബോയ് ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട് കുടിക്കാൻ. പാവ പരാതിക്കാരൻ ഡാഡി അവിടെ ഇരിപ്പുണ്ടാവും. മാമൻ ഒരു കുസലുമില്ലാതെ അത് വാങ്ങിച്ചു കുടിക്കുകയാണ്. അയാൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ മാമൻ ടയേർഡാവും. അതുകൊണ്ട് ഓരോ പരാതിക്കും ഓരോ ഗ്ലാസ് ജ്യൂസ് കുടിക്കണം. ഇപ്പൊ ഇവരെ കാട്ടായൊക്കെ കണ്ടിട്ട് ആ പരാതിക്കാരൻ ഡാഡിക്ക് ഒരു സംശയം. ഇവരെ കണ്ട കോമാളികളെ പോലെ ഉണ്ട്. ഇവർക്ക് ഈ ജോലി തീർക്കാൻ പറ്റുമോ, ഇവരെ കൊണ്ട് നമ്മൾ സഹായിക്കാൻ പറ്റുമോ എന്ന് അയാൾ പോലീസുകാരനോട് ചോദിക്കും. ഇത് കേട്ട് മാമൻ, നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നു? ഞങ്ങളെ കാണുമ്പോൾ പിക്ക് പോക്കറ്റായിട്ട് തോന്നുമെങ്കിലും ഈ ജോലിയിൽ ഞങ്ങളെക്കാൾ മികച്ചവർ ഈ നാട്ടിലില്ല. ധൈര്യമായിട്ട് പണം വെച്ചിട്ട് പോയിക്കോളൂ. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തും. ശരിയെന്ന് പറഞ്ഞ് ആ ഡാഡി ഒരു കെട്ട് പണം ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഹീറോ അതിലൊരു പങ്കെടുത്ത് പോലീസുകാരന് കൊടുക്കും. ക്ലയന്റിനെ എത്തിച്ചതിന് നന്ദിയും പറയും. അപ്പൊ പോലീസുകാരനാണെങ്കിൽ, നിനക്ക് എത്രയോ പേരെ ഞാൻ കൊണ്ടു തന്നിട്ടില്ലേ, എന്നിട്ട് എനിക്ക് ചെറിയ പങ്കേ ഉള്ളോ, ഇതെനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ടുടനെ എന്നാ വേണ്ട, ഈ പണം ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് മാമൻ അത് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. പോലീസുകാരൻ വിടില്ല. മെല്ലെ എടുത്ത് പോക്കറ്റ് വയ്ക്കുന്നു. അടുത്ത ക്ലയന്റിനെ കൊണ്ടുപോയോ, നിനക്ക് കൂടുതൽ പണം തരാം, ഇപ്പം ഞങ്ങൾ ഈ ജോലി തീർക്കട്ടെ എന്നും പറഞ്ഞ് മാമൻ ഒരു ഓവർകോട്ടൊക്കെ ഇട്ട് 3 പേരും സ്റ്റൈലായിട്ട് ഇറങ്ങുന്നുണ്ട്. അവരെ ഓഫീസിൽ നിന്ന് കാറെടുത്ത് ഇങ്ങോട്ടോ പോവുകയാണ്. ഈ സമയം TV ന്യൂസിൽ സിറ്റിയിലെ ഒരുപാട് യുവാക്കളും പെൺകുട്ടികളും കൊല്ലപ്പെടുന്നുണ്ട്. അതിന് പിന്നിൽ വലിയൊരു സംഘമാണ്. എന്നാൽ ഈ സംഘം എവിടുന്ന് വന്നെന്നോ അവരാരൊക്കെയാണെന്നോ ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമായി ആ സിറ്റിയിൽ നിലനിൽക്കുകയാണ്. സിറ്റി കമ്മീഷണർ വരെ ഇവരാരാണെന്ന് അറിയുന്നില്ല, കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഏതോ പ്രേത സംഘടനയെന്ന് വന്നതുപോലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞ് ഒരു പള്ളിയിലച്ഛനെ വിളിച്ച് അദ്ദേഹത്തോട് ഈ പ്രശ്നത്തിന് പരിഹാരം ചോദിക്കും. അപ്പൊ പള്ളിയിലച്ഛൻ പറയാണ്, അവരൊന്നും സാധാരണക്കാരല്ല, സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു പ്രീസ്റ്റിന്റെ അടിമകളാണ് അവര്. അവരെ സാധാരണ ജനത്തിനോ പോലീസിനോ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി പ്രത്യേകം എബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ മനുഷ്യരെ അവർ കൊന്നുകളയും. നമുക്ക് എങ്ങനെയെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്ന് പ്രീസ്റ്റ് പറയുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ഹീറോയും കൂട്ടുകാരും ചേർന്ന് ആ കാണാതായ പെൺകുട്ടിയുടെ അവസാനം കണ്ട ലൊക്കേഷനിലേക്ക് ചെല്ലുന്നത്. അതൊരു വലിയ ബിൽഡിങ്ങാ. ആ ബിൽഡിങ്ങിൽ കുറെ പ്രേത മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകം ലൈറ്റ് അടിച്ചാൽ അത് കാണാൻ പറ്റും. ഇത് ഹീറോയും കൂട്ടുകാരും മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് അവരകത്തേക്ക് ചെല്ലുമ്പോൾ ചെറുപ്പക്കാരായ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഡ്രഗ്സിന് അടിമകളാണ്. ആർക്കും സ്വബോധമില്ല. ഇവരെയൊക്കെ ഡ്രഗ്സ് കൊടുത്ത് ഒരു ടീം അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഹീറോയും കൂട്ടുകാരും അവരെയും താണ്ടി അകത്തേക്ക് ചെല്ലും. അകത്തൊരു അടച്ചിട്ട മുറി, അതിന് കാവൽക്കാരായിട്ട് 3 ഫൈറ്റർമാരുണ്ട്. ഇതിനകത്താണ് ആ കാണാതായ പെൺകുട്ടിയെ ആരോ ഒരു ഉണക്ക മരത്തിൽ കെട്ടി മന്ത്രങ്ങളെല്ലാം ജപിച്ച് ബലി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറെ കറുത്തൊടുപ്പെട്ട മനുഷ്യർ അവൾക്ക് ചുറ്റും മന്ത്രങ്ങളും ജപിച്ച് നടപ്പുണ്ട്. അവരിൽ നിന്നുമാണ് ഹീറോയ്ക്ക് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തേണ്ടത്.
ഇപ്പൊ മാമൻ മാത്രം ആ കാവൽ നിൽക്കുന്ന 3 പേരെയും നേരിടാൻ വേണ്ടി ഒറ്റയ്ക്ക് മുന്നോട്ട് വരും. അവന്മാരെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മാമന് കൈ തന്നെയാണല്ലോ ആയുധം. കയ്യിൽ ഗ്ലൗസ് ഇട്ട് മുഷ്ടി ചുരുട്ടി കുത്തോട് കുത്ത്. ഓരോ പഞ്ചിനും ഓരോരുത്തന്മാരും തെറിച്ച് വീഴ. അങ്ങനെ കാവൽക്കാർ 3 പേരെയും അടിച്ചുരുട്ടിയിട്ട് ഈ കതവും തല്ലി പൊളിച്ച് അകത്തേക്ക് കയറാം. അപ്പൊ അകത്തുള്ളതാവട്ടെ എല്ലാം മന്ത്രവാദികളാണ്. കണ്ണ് കാണുമ്പോൾ തന്നെ പ്രേത കണ്ണുപോലുണ്ട്. ഇവരാ കറുത്ത ഉടുപ്പ് മാറ്റുമ്പോൾ സാധാരണ മനുഷ്യരായിട്ട് മാറും. ഇവന്മാരോട് എങ്ങനെയാണ് മാമൻ ഇപ്പൊ തല്ലുകൂടാൻ പോണേന്നൊരു സംശയം ഉണ്ടാകും നമുക്ക്. എല്ലാം അമാനുഷ്യ ശക്തിയുള്ള മനുഷ്യന്മാരല്ലേ. എന്നാൽ മാമന്റെ കുത്തുകൊണ്ട് ഓരോരുത്തരും തെറിച്ച് വീഴുന്നുണ്ടാവും. തീപ്പൊരിയൊക്കെ പറക്കുന്നുണ്ട്. ഗ്ലൗസ് വെഞ്ചരിച്ചിട്ടാൻ തോന്നുന്നുണ്ട്. അതായിരിക്കും പ്രേതങ്ങൾ ഇടിക്കുമ്പോൾ തെറിച്ചു പോകുന്നു. എന്തായാലും ഇതിന്ന് മനസ്സിലാക്കാം, മാമനും കൂട്ടുകാർ സാധാരണക്കാരല്ല. അവര് പ്രത്യേകമായി ഈ പ്രേതബാധ പിശാചുക്കളെ നേരിടുന്ന ഒരു കൊട്ടേഷൻ സംഘമാണ്. സോ മാമൻ ഈ കരിന്തുണിക്കാരെയെല്ലാം ഇടിച്ചു തെറിപ്പിക്കുമ്പം നമ്മുടെ കൂടെയുള്ള പെണ്ണ്, ആ ബഡ്ഡി ലേഡി, അവൾ ഓടിച്ചെന്ന് ആ ബലി കൊടുക്കാൻ കിടത്തിയിരിക്കുന്ന പെണ്ണിന്റെ തലയെ തൊട്ട് അവൾ പഠിച്ച മന്ത്രങ്ങളെല്ലാം ഉരുവിട്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്തുള്ള പ്രേതത്തെ ഒഴിപ്പിക്കാൻ നോക്കുക. പ്രേതത്തിന് അടിമയാക്കിയിട്ടാണ് ഇവർ ആ പെൺകുട്ടികളെ കൊല്ലുന്നത്. സോ ഇപ്പം ആ പെൺകുട്ടിയുടെ ശരീരത്ത് ഒരു വലിയ മുട്ടം പ്രേതമുണ്ട്. അതിനെ ഒഴിപ്പിക്കണം. ഈ ബഡ്ഡി ലേഡി ആ പ്രേതത്തിനെ കണ്ണാടി കാണിച്ച്, നോക്കടി നിന്റെ വൃത്തിയട്ട മുഖം നോക്കടി, നിനക്ക് നാണോ മാനം ഇല്ലടി എന്നും പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ച് അപമാനിച്ച് ആ ബോഡിയിൽ നിന്ന് ഒഴിപ്പിച്ചു വിടുകയാണ്. അവസാനം തൻ്റെ മുഖം കണ്ട് ധർമ്മസങ്കടത്തിലായ പ്രേതം ആ ബോഡി വിട്ട് ഒഴിഞ്ഞു പോകും. അപ്പോഴേക്കും മാമൻ എല്ലാവരെയും ഇടിച്ച് നിലംപരിശാക്കിയിട്ടുണ്ട്. ഈ സാത്താൻ സേവക്കാരുടെ കഴുത്തിന് പിറകിൽ ഒരു ടാറ്റു ഉണ്ടാവും. അവർ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് അറിയിക്കുന്ന ഒരു ടാറ്റു. അത് കൂടെയുള്ള ഓഫീസ് ബോയ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി അവളെ അവളുടെ ഡാഡിക്ക് തിരിച്ചേൽപ്പിച്ചാൽ മതി. സോ പെൺകുട്ടീനെയും പൊക്കിയെടുത്ത് ഈ ബലികുടീരവും കത്തിച്ചിട്ട് നമ്മുടെ പിള്ളേർ സ്റ്റൈലായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു സൈക്യാട്രിസ്റ്റ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ഒരു ലേഡി ഡോക്ടറുണ്ട്. പാവൻ ഡോക്ടറാണ്. എല്ലാവരോടും സ്നേഹമുള്ള ഒരു നല്ല സ്ത്രീയാണ്. കഥയിലെ മറ്റൊരു കഥാപാത്രം. ഈ ലേഡി ഡോക്ടർക്ക് അതേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പേഷ്യന്റുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ് ഞാൻ പറയട്ടെ. ആ ലേഡി ഡോക്ടറുടെ അനിയത്തിയാണ് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. സ്വന്തം അനിയത്തിയെ താൻ ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ ഒരു രോഗിയായിട്ട് കാണേണ്ടി വന്നതിൽ വളരെ വിഷമത്തിലാണ് ആ ലേഡി ഡോക്ടർ. അനിയത്തിയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. അവൾക്ക് ഇവർ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഭേദമാകുന്നില്ല. ബാധ പിടിച്ചതുപോലെയാണ് അവൾ പെരുമാറുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരിക്കും ഈ ചേച്ചിക്ക്. ചേച്ചി ഡോക്ടർ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഹീറോയുടെ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത സീനിൽ ഹീറോ തന്റെ ഓഫീസിലേക്ക് കൂട്ടുകാരുമായിട്ട് കടന്നു വരികയാണ്. പെട്ടെന്നൊരു പെൺപ്രയത്തിനെ കണ്ട് പേടിയും. ദൂരപ്പോ സൈത്താനെന്ന് പറഞ്ഞ് അതിനെ മിരട്ടിക്കഴിഞ്ഞിട്ടാണ് അത് മനുഷ്യനാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മുടെ ലേഡി ഡോക്ടർ ആയിരിക്കും. ഹീറോ നിങ്ങൾ ആരാണ്, എന്തിനാണ് വന്നിരിക്കണമെന്ന് ചോദിക്കും. ലേഡി ഡോക്ടർ പറയും, എന്റെ അനിയത്തിക്ക് സുഖമില്ല, അവളെ നിങ്ങൾ വേണം സഹായിക്കാൻ, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാമെന്ന് പറയും. ഇത് കേട്ട ഹീറോ, നിങ്ങൾ ആരാണ് അയച്ചത്, പോലീസുകാരൻ ചോയ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ പറയും, അല്ല, ഫാദർ മാർക്കോയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇത് കേട്ട ഹീറോയുടെ മുഖഭാവം എല്ലാം മാറുന്നു. ഫാദർ മാർക്കോയുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, ക്ഷമിക്കണം, അങ്ങേരെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് ആരും വരണ്ട, ഞാൻ അങ്ങേർക്ക് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറില്ല, നിങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഹീറോ അവിടുന്ന് മാറിപ്പോവാണ്. പക്ഷേ ഡോക്ടർ വിടില്ല. ഹീറോയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട്, ദയവ് ചെയ്ത് എന്റെ അനിയത്തിയെ സഹായിക്കണം, അവൾ ഡേഞ്ചറിലാണ്, ഇനിയും ഒന്നും ചെയ്തില്ലെങ്കിൽ അവൾ മരിച്ചു പോകും, ഞാൻ നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാം, എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് ഒരു കെട്ട് പണം ഡോക്ടർ നീട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഡോൺലി മാമൻ ആ പെണ്ണിനെ സഹായിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ അനിയത്തിക്ക് സുഖമില്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കൂ എന്ന് പറയും ഹീറോ. അപ്പോൾ ഡോക്ടർ, ഞാൻ തന്നെ ഒരു സൈക്യാട്രിസ്റ്റാ, എന്നിട്ടാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്, അപ്പം എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞ് ഹീറോ മാറിപ്പോകും. ഈ ലേഡി ഡോക്ടർ അപ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റുമാർക്ക് അവരുടെ കയ്യിലുള്ളൊരു പെൻഡ്രൈവ് കൊടുത്തിട്ട്, ദയവ് ചെയ്ത് ഇതിലെ വീഡിയോ കാണണം, എൻ്റെ അനിയത്തിയുടെ അവസ്ഥ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഇത് നിങ്ങളുടെ മാസ്റ്ററേയും കാണിക്കണം, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് ലേഡി ഡോക്ടർ ഇറങ്ങിപ്പോകും. എന്നിട്ട് അവർ നേരെ ഫാദർ മാർക്കോയെ ചെന്ന് കാണുന്നുണ്ട്. ഈ ഫാദറെയാണ് നമ്മൾ നേരത്തെ പോലീസിന്റെ അടുത്ത് വെച്ച് കണ്ടത്. ഹീറോ തന്നെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ള കാര്യം ഡോക്ടർ ഫാദറോട് പറയും. അപ്പൊ ഫാദർ ചർച്ച് ഒഫീഷ്യലായി എക്സോസിസത്തിന് സമ്മതിക്കില്ല, ബാധ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഫാദർ ഡോക്ടറെ ഹീറോയുടെ അടുത്തേക്ക് അയച്ചത്. അവൻ എന്നോട് ദേഷ്യം കാണും, അതുകൊണ്ടാണ് നിന്നെ സഹായിക്കാത്തത്, ഞാൻ തന്നെ നേരിട്ട് പോയി സംസാരിക്കാന്ന് പറഞ്ഞ് ഫാദർ ഹീറോയുടെ അടുത്തേക്ക് വരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വളരെ അർജന്റാണ്, നീ കേൾക്കണമെന്ന് പറഞ്ഞ് ഫാദർ ഹീറോയെ പിടിച്ചിരുത്തും. എന്നാൽ ഹീറോ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ആ പാവം നിഷ്കളങ്കരായ കുട്ടികളുടെ മരണത്തിന് നിങ്ങളാണ് കാരണം, ഒരു സാത്താനെയാണ് നിങ്ങൾ വളർത്തിയത്, അവനാണിതെല്ലാം ചെയ്തത്, എന്നിട്ട്
നിങ്ങൾ എന്തു പറഞ്ഞു? അതെല്ലാം ദൈവത്തിന്റെ വിധിയാണെന്ന്. അവൻ രക്ഷപ്പെടാനും കാരണം നിങ്ങളാ. നിങ്ങൾ അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല. എല്ലാവരെയും പറ്റിച്ചവൻ രക്ഷപ്പെട്ടു. അതിന് നിങ്ങൾക്ക് മാപ്പില്ല. ഇത് കേട്ട ഫാദർ പറയും, എനിക്കറിയാം നീ എന്നോട് പൊറുക്കില്ലെന്ന്. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്ക്. നിന്നെയും വളർത്തിയത് ഞാനല്ലേ? എനിക്ക് വേണ്ടിയല്ല, ഒരു പാവം പെൺകുട്ടിയുടെ ജീവന് വേണ്ടി അവളെ നീ സഹായിക്കണം. അവർക്ക് സഹായകമായിട്ട് ആരുമില്ല. ഒരാളുടെ ജീവന് നീ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ആ ഡോക്ടറെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഫാദർ അവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. ആരോടൊക്കെയോ എന്തിനോടൊക്കെയോ ഭയങ്കര ദേഷ്യം. അതങ്ങേര് പഞ്ചിങ് ബാഗിൽ ഇടിച്ചിട്ടാണ് തീർക്കുക. ഈ സമയത്ത് അസിസ്റ്റന്റുമാര് അവർക്ക് ആ പെൻഡ്രൈവിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയണം. ഹീറോ സമ്മതിച്ചില്ലെങ്കിലും അവർ ആ പെൻഡ്രൈവ് തുറന്നു നോക്കാൻ തീരുമാനിക്കും. ഈ ആൺകുട്ടീനെയും പെൺകുട്ടീനെയും ഹീറോ ഇതുപോലെ തന്നെ മന്ത്രവാദികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ട് വന്നാണ്. അവർക്കും പ്രത്യേക എബിലിറ്റികളുണ്ട്. അതുകൊണ്ട് മന്ത്രവാദികൾ അവരെ കുരുതി കൊടുക്കാൻ കൊണ്ടുപോയതായിരുന്നു. ഇവരെ ചെവിക്കടിയിലും ആ ഗ്യാങ്ങിന്റെ സിമ്പല് കാണാം. ഹീറോ ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് അവർക്കൊരു പുതിയ ജീവിതം കൊടുത്തു. ഇപ്പൊ അവർക്ക് മാമന്റെ കൂടെ ചേർന്ന് പ്രേതങ്ങളെ പിടിക്കുന്ന ജോലിയാ. ഈ ഫ്ലാഷ് ബാക്ക് കാണിച്ചു കഴിഞ്ഞിട്ട് അവർ ആ പെൻഡ്രൈവിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കണ സീന. ഡോക്ടർ തന്റെ അനിയത്തിയുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട്. ഇവരൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറി. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചതുകൊണ്ട് തന്നെ ഈ 2 പെൺകുട്ടികൾ മാത്രമാണ് ജീവിക്കുന്നത്, ചേച്ചിയും അനിയത്തിയും. ആ പുതിയ വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ അനിയത്തിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവള് പ്രേതം കൂടിയതുപോലെ പെരുമാറാൻ തുടങ്ങി. ഒരു ദിവസം സ്വന്തം ശരീരം കുത്തി നോവിക്കുന്നത് കണ്ടപ്പോഴാണ് ഡോക്ടർ അവളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ച്. അന്ന് മുതൽ അവൾ ആശുപത്രിയിലാണ്. ഈ ടെറർ സീന് കണ്ട ഓഫീസ് ബോയ് ഉടനെ തന്നെ ഓടി വന്ന് ഹീറോയെ വിളിക്കുക. ചേട്ടാ, നിങ്ങൾ ആ വീഡിയോ കാണണം. അതിലെ വിഷ്വൽസ് കണ്ടാലേ നിങ്ങൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കുള്ളൂ. ഭീകരമാണ്. നമുക്ക് ആ കുട്ടിയെ സഹായിക്കണം. ഇത് കേട്ട ഹീറോയും അവരെ കൂടെ ചെന്ന് ആ വീഡിയോ കാണുന്നുണ്ട്. ഈ പെണ്ണ് പ്രേതം പിടിച്ചതുപോലെ തന്നെ ചികിത്സിക്കാൻ വരുന്ന എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്. അവളിപ്പോൾ ഒരു സെല്ലി പൂട്ടി വെച്ചിരിക്കുകയാണ് ആശുപത്രിക്കാർ. ഇതേ പെൻഡ്രൈവിൽ തന്നെ ഇവർ ആ വീട്ടിലേക്ക് വന്നത് മുതലുള്ള എല്ലാ CCTV ഫൂട്ടേജുകളും ഉണ്ട്. അതിൽ ഇവർ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവരുടെ സാധനങ്ങൾ എടുത്തു വെക്കാൻ വന്ന ആൾക്കാരുടെ ചെവിക്ക് പുറകിലും ഈ സാത്താൻ സിമ്പൽ കാണാം. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയോ കരുതിക്കൂട്ടി ഇവരെ ട്രാപ്പിലാക്കിയതാണ്. ആ സിമ്പൽ കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാകും ഇതിന് പിന്നിലുള്ള ഗ്യാങ് ആരാണെന്ന്, അതിന്റെ തലവൻ ആരാണെന്ന്. യൂസഫ്. ഹീറോയുടെ കൂടെ തന്നെ അനാഥാലയത്തിൽ വളർന്ന ഒരു പയ്യനായിരുന്നു യൂസഫ്. ഹീറോയെക്കാളും 3 വയസ്സും ചെറുപ്പമായിരുന്നു അവന്. അവനും ചെറുപ്പം മുതൽ പ്രത്യേക എബിലിറ്റികൾ ഉണ്ടായിരുന്നു. ഹീറോ ഈ കാര്യങ്ങൾ തന്റെ കൂട്ടുകാരോട് പറയുന്ന അതേ സമയത്ത് ഫാദർ ഇതേ കാര്യങ്ങൾ ആ ലേഡി ഡോക്ടറോടും പറയുന്നുണ്ട്. യൂസഫിന് ആത്മാക്കളെ കണ്ടുപിടിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതേപോലെ ആത്മാക്കളെ പേടിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ഡോൺലി മാമനുണ്ടായിരുന്നു. ഓർഫനേജിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹീറോ ഒരു റൗഡി ആയിട്ട് മാറി. ആ യൂസഫ് ആണെങ്കിൽ അച്ഛൻ പട്ടത്തിന് പഠിക്കാനും പോയിരുന്നു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ യൂസഫ് സെമിനാരിൽ നിന്ന് ഓടിപ്പോയി. പിന്നെ അവൻ എന്താ പറ്റിയെന്നറിയില്ല. ഹീറോ ആണെങ്കിൽ മാമനാണെങ്കിൽ ഇടയ്ക്കിടെ ഓർഫനേജ് വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടുത്തെ കുട്ടികളെ സഹായിക്കാറുണ്ട്. 15 വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ആ ഓർഫനേജിലെ സിസ്റ്റർമാരെയും കുട്ടികളെയും ഒരു പിശാച് ആക്രമിച്ചു. ഹീറോയ്ക്ക് അതിനെ തടയാൻ കഴിഞ്ഞില്ല. അവരെല്ലാം കൊന്നതിന് ശേഷം ഈ സാത്താൻ ഹീറോയും ആക്രമിക്കുകയുണ്ടായി. അന്ന് ഹീറോയുടെ ഹൃദയം നിലച്ചതാണ്. എല്ലാവരും ഹീറോ മരിച്ചു എന്ന് വിചാരിച്ചു. എന്നാൽ വീണ്ടും ഹീറോ ജീവിച്ചു വന്നു. ആ പിശാച് മറ്റാരും ആയിരുന്നില്ല, യൂസഫ് ആയിരുന്നു. യൂസഫിന്റെ ശരീരത്തുണ്ടായിരുന്ന ഡീമൺ ആയിരുന്നു ആ സിസ്റ്റർമാരെയും കുട്ടികളെയും എല്ലാവരെയും വധിച്ചത്. അവരുടെ എല്ലാം ആത്മാക്കളെ സ്വന്തമാക്കുകയായിരുന്നു യൂസഫ്, തന്റെ പൈശാചിക ശക്തി വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹീറോയ്ക്കാണെങ്കിൽ അന്ന് മുതൽ തീർത്താൽ തീരാത്ത കുറ്റബോധവും വേദനയുമാണ്. എല്ലാ ദിവസവും അവൻ ആ ഡീമനെ സ്വപ്നം കാണാറുണ്ട്. അതുമായിട്ട് പോരാടാറുണ്ട്. എങ്ങനെയെങ്കിലും യൂസഫിനെ കണ്ടുപിടിക്കുക, ആ പ്രേതത്തോട് പ്രതികാരം ചെയ്യുക എന്ന വികാരവുമായിട്ടാണ് ഇപ്പോഴും ഹീറോ ജീവിച്ചു പോകുന്നത്. ഇപ്പിതാ ആ യൂസഫിന്റെ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് ഹീറോ എത്തിക്കഴിഞ്ഞു. അവൻ എന്തായാലും നിന്നെ സഹായിക്കുമെന്ന് ഫാദർ പറയും. ഇത് പറഞ്ഞ പിറ്റേ ദിവസം തന്നെ ഹീറോയുടെ കയ്യിൽ നിന്നും ലേഡി ഡോക്ടർക്ക് ഒരു കോള് വരുന്നു. അവരെത്രയും പെട്ടെന്ന് കാണണമെന്ന് മാമൻ പറയും. അങ്ങനെ മാമനും കൂട്ടുകാരും ലേഡി ഡോക്ടറെ അവരെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നു. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അനിയത്തിയുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഒരു കൊടിയ സാത്താനാണ്. അതിനെ മോചിപ്പിക്കുക അത്ര എളുപ്പമല്ല. ഞങ്ങളുടെയും നിങ്ങളുടെയും ജീവന് അത് ആപത്താകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അനിയത്തിയെ ഒരു ബലിയാടാക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ അവർ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നിങ്ങൾ അനിയത്തിയെ ഈ പ്രേതത്തിന് അടിമയാക്കാൻ വേണ്ടിയും തുടരെ ആ സാത്താന് വേണ്ട ഉപാധികൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞില്ല. ഇവർ ആ പഴയ CCTV ഫുട്ടേജും ആശുപത്രിയിലെ ജീവനക്കാരുടെ ഫുട്ടേജും കാണിച്ചു കൊടുക്കും. അതിലെല്ലാം തന്നെ ഈ സാത്താൻ ഗ്യാങ്ങിലെ ആൾക്കാർ ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഏത് ഗ്യാങ്ങിൽപ്പെട്ടവരാണെന്നും കൂടെ ഇവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ ഗ്യാങ്ങാ. എത്ര പേരെ കൊന്നിട്ടും ഈ ഗ്യാങ്ങിലെ മെമ്പേഴ്സിന്റെ എണ്ണം തീർന്നിട്ടില്ല. അവരോരോരുത്തരെയും പിടിക്കാൻ കഴിയില്ല. അവരുടെ ക്യാപ്റ്റനെ വേണം നമുക്ക് പിടിക്കാൻ. പക്ഷെ അതിനു മുൻപ് അനിയത്തിയുടെ ശരീരത്തെ ഈ പിശാചിനെ ഒഴിപ്പിക്കണം. അല്ലെങ്കിൽ അനിയത്തിയെയും ബലിയാടാക്കി കൊന്നിട്ടേ ആ പിശാച് പോവുള്ളൂ.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അവളെ കാണണമെന്ന് പറഞ്ഞ് ഇവർ അനിയത്തിയുടെ മുറി ചെന്ന് അനിയത്തിയെ കാണുന്നു. ബഡ്ഡി ലേഡിയാണ് അവളോട് സംസാരിക്കുക. ഹലോ ഉസു, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറയാമോ? ആ പെൺകുട്ടി ഉസു, ഞാൻ മറുപടി പറയാം എന്ന് പറയും. അപ്പൊ ബഡ്ഡി ലേഡി, എന്നെ കൂടാതെ നിന്നോട് മറ്റാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ആ പെൺകുട്ടി പറയും, അങ്ങനെ ഒരാളുണ്ട്, പക്ഷെ അതാരാണെന്ന് പറയാൻ പറ്റില്ല, അതിനെനിക്ക് കഴിയില്ല എന്ന് അവൾ പറയും. അപ്പൊ ബഡ്ഡി ലേഡി, ഞാൻ ശ്രമിക്കാം, ഞാൻ അയാളോട് സംസാരിച്ച് നോക്കട്ടെ. ഞാൻ അയാളോട് സംസാരിച്ചാൽ മാത്രമേ നിന്നെ അയാളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുള്ളൂ. നിനക്ക് നിന്റെ ചേച്ചിയോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ അയാളോട് സംസാരിച്ചോട്ടെ എന്ന് ബഡ്ഡി ലേഡി ചോദിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി കരഞ്ഞോണ്ട് പറയും, എനിക്ക് പേടിയാണെന്ന്. നീ പേടിക്കണ്ട, ഞാൻ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ബഡ്ഡി ലേഡി ഈ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ ആ പെൺകുട്ടിയിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. അവള് കിടന്ന് ഇളകാനും ശബ്ദം ഉണ്ടാകാനും തുടങ്ങും. ബഡ്ഡി ലേഡി വിടുന്നില്ല. സത്യം പറ, നീ ആരാണ്? ഈ കുട്ടിയുടെ പിന്നിൽ ഒളിച്ചിരിക്കണ്ട, നിന്റെ പേര് പറ. നീ എവിടുന്ന് വന്നു? അങ്ങോട്ട് തന്നെ തിരിച്ചു പോ. നിന്റെ പേര് തുറന്നു പറ. ഇത് കേൾക്കുമ്പോ ആ പെൺകുട്ടി മെല്ലെ എഴുന്നേറ്റിട്ട്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ നീ എന്നെ ഉപദ്രവിക്കണേ എന്നും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. ഒരു പ്രേതച്ചിരി. അടുത്ത നിമിഷം ഇവളെ ബെഡ് കറങ്ങി ഇവള് ചാടി എഴുന്നേറ്റ് ആ ബെഡിന് പുറത്ത് 2 കാലും കുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. വെളിച്ചമെല്ലാം മിന്നി മറയാൻ തുടങ്ങും. അപ്പോഴും ബഡ്ഡി ലേഡി പ്രാർത്ഥിച്ച് മന്ത്രം ഉരുവിടുന്നുണ്ട്. ഹീറോ ആ പെൺകുട്ടിയെ ചാടി പിടിച്ച് ബെഡിൽ അമർത്തി കിടത്തിയിട്ട് ഈ ബഡ്ഡി ലേഡി അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നിന്റെ പേര് തുറന്നു പറ സാത്താനെ, തുറന്നു പറ. ആരാണ് നീ? നരകത്തിലേക്ക് തിരിച്ചു പോ. ഇവരെത്ര ഫോഴ്സ് ഉപയോഗിച്ചിട്ടും ആ പ്രയത്തിന് അടക്കാൻ കഴിയുന്നില്ല. അത് ഇവരെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഈ അടച്ചിട്ട മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഡോക്ടർ ഇവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഓടി CCTV മുറിയിലേക്ക് വന്ന് അനിയത്തി ഏതു ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയെന്ന് ചെക്ക് നോക്കുമ്പോൾ എല്ലാ CCTV ഫുട്ടേജിലും അവളെ കാണാം. എങ്ങോട്ടാണ് ഇവൾ ഇറങ്ങിപ്പോണെന്ന് മനസ്സിലായില്ല. അപ്പൊ നമ്മുടെ ബഡ്ഡി ലേഡി അവള് കൈ ഉയർത്തി ഈ പ്രേതം ഏതു വഴിയാണ് പോയെന്ന് പ്രാർത്ഥിച്ചു നോക്കുന്നുണ്ട്. ഫ്രണ്ട് ഡോർ വഴി ആ പ്രേതം എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. ഇവരുടനെ ഫ്രണ്ട് ഡോറിനടുത്തേക്ക് ഓടും. അപ്പോഴേക്ക് ഈ പ്രേതം ബാക്കി എല്ലാ മാനസിക രോഗികളെയും അവരെ മുറിയിൽ നിന്ന് തുറന്നു വിടുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ഹീറോയിനെയും കൂട്ടുകാരെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. മാമൻ അവരെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് ഈ പെണ്ണിനെ പിടിക്കാൻ പോകുന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ സെക്യൂരിറ്റിക്കാരനെയും മയക്കിയിട്ട് ഇപ്പൊ തെരുവിലൂടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ചേച്ചി ഓടിപ്പോയി നോക്കുമ്പോൾ അവൾ ട്രാഫിക് ഒരുപാട് കൂടുതലുള്ള വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറ ഓടുന്ന സ്ഥലത്ത് പോയി നിൽക്കുക. റോഡിലേക്ക് ഇറങ്ങിയാൽ വണ്ടി ഇടിച്ച് മരിക്കാൻ സാധ്യതയുണ്ട്. ചേച്ചി അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കാറുകൾക്കിടയിലൂടെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അപ്പൊ ഈ പിശാച് ഒരു കാറിനെ കൺട്രോൾ ചെയ്ത് ഈ ചേച്ചി ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഹീറോ ഇടയിൽ കയറി മറ്റൊരു കാർ കൊണ്ട് ആ വണ്ടി ഇടിച്ച് ചേച്ചി അനിയത്തിയെ രക്ഷപ്പെടുത്തും. അപ്പോഴേക്കും അനിയത്തിയുടെ ബോധം പോയി കഴിഞ്ഞു. ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഈ പ്രേതം എവിടുന്നാണോ പെണ്ണിന്റെ ശരീരത്ത് കൂടിയത്, നമുക്ക് അങ്ങോട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയെയും അനിയത്തിയെയും വിളിച്ച് നേരെ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് ഈ അനിയത്തിയെ ഒരു ഇരുമ്പ് കസേരയിൽ നിലത്ത് ആണി അടിച്ചുറപ്പിച്ച് ലെതർ ഇട്ട് കെട്ടിവെക്കും. കൂടെ തന്നെ ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്. 2 കളം വരച്ച് ഈ പ്രേതത്തിനെ അതിന് നടുക്ക് സ്ഥാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എക്സോസിസം തുടങ്ങാൻ പോവുകയാണെന്ന് ബഡ്ഡി ലേഡി ഡോക്ടറോട് പറയും. ഇതിന് 3 സ്റ്റേജാണുള്ളത്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്ക് വധഭീഷണി ഉണ്ടാവും. ആ പ്രേതത്തിന്റെ വലയിൽ വീണു പോകരുത്. അനിയത്തിയാണെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തൂ എന്ന് ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്. ഇവര് പറയും, അനിയത്തിയോട് സംസാരിക്കരുത്, ഞങ്ങളോട് മാത്രമേ സംസാരിക്കാവൂ, അവള് കബളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഞങ്ങൾ അറിയിക്കും. അതിൽ അവസാനത്തെ സ്റ്റേജ് വളരെയധികം ക്രൂഷ്യലാണ്. എന്തെങ്കിലും പിഴവ് പറ്റിയാൽ നമ്മുടെ ജീവൻ ആപത്താകും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ അനങ്ങിപ്പോകരുത്, ഒന്നും മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞിട്ട് ബഡ്ഡി ലേഡി ഒരു മുളം കമ്പുകൊണ്ട് അതിൽ ഹന്നാം വെള്ളം മുക്കി ഈ പെണ്ണിന്റെ തലയെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവളോട് പേര് പറയാൻ പറയും. ആ പെണ്ണ് പെടയുന്നുണ്ടെങ്കിലും പേര് പറയുന്നില്ല. വീണ്ടും വീണ്ടും ഹന്നാം വെള്ളം തെളിയിച്ച് അവളോട് പേര് ചോദിക്കുക. അതാണെങ്കിൽ സാധാരണ പെൺകുട്ടിയെ പോലെ അഭിനയിച്ച് കാണിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രയോഗം, മുഖം കണ്ണാടിയിൽ കാണിച്ച് ആ പ്രേതത്തിനെ ഒഴിപ്പിക്കുക, അതിനെ പീഡിപ്പിക്കുക. എന്നാൽ ഈ പ്രേതം അതീവ ശക്തിയുള്ളതാ. അത് കണ്ണാടിയിൽ നോക്കുന്നതിന് പകരം കണ്ണാടി പൊട്ടിച്ചു കളഞ്ഞു. ഇവർക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ശക്തിയെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായതാ. ഞാൻ നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. എന്നാൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ശക്തി പകരുന്നത് പോലും ഞാനാണ്. അതുകൊണ്ട് എന്നെ തകർക്കാൻ നോക്കണ്ടെന്നും പറഞ്ഞ് പെൺകുട്ടി ഉറക്കെ ഉല്ലസിച്ച് ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് പകലായിരുന്ന വീടിനകത്തേക്ക് ഇരുട്ട് കയറി വരുന്നുണ്ട്. ഈ പെൺകുട്ടിയെ കളത്തിനകത്ത് ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് നാച്ചുറൽ ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പകൽ ഇരുട്ടാക്കുന്നത് മറ്റേതോ മന്ത്രവാദികളാണ്. അവന്മാർ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഹീറോ ആ വെള്ള ഗ്ലൗസ് തൊട്ട് വീടിനകം മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങും. സംശയം തോന്നുന്ന ഒരു ഭിത്തി ഇടിച്ചു പൊളിച്ച് അതിനകത്തുനിന്ന് ഒരു മന്ത്രവാദിയെ പിടിച്ച് പുറത്തെടുക്കുന്നുണ്ട്. അവനെ പുതിരെ തല്ലി ബോധം കെടുത്തി. ഇപ്പിതാ കൂടുതൽ മന്ത്രവാദികൾ വന്നിരിക്കുന്നു. ആ സാത്താനെ സേവിക്കുന്ന ആളുടെ അടിയാൾക്കാരാണ് ഇവന്മാര്. എല്ലാവർക്കും അമാനുഷ്യ ശക്തിയുണ്ട്. എന്നാലും ഡോൺലി മാമന്റെ അടുത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എല്ലാവരെയും അടിച്ച്
അലക്കാണ് മാമൻ. ഈ സമയത്ത് ബഡ്ഡി ലേഡി ആണെങ്കിൽ ഈ സാത്താനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. അവളുടെ കൈ പൊള്ളിപ്പോകും. കളത്തിനകത്തായതുകൊണ്ട് ഭാഗ്യത്തിന് സാത്താന് പുറത്തു വരാൻ കഴിയുന്നില്ല. ഇവിടെ മാമന്റെ മുഖത്ത് മയക്കുപൊടിയും എതറിയിട്ട് ആ അടിയാളന്മാര് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാലും മാമൻ വിടില്ല. എല്ലാവന്മാരെയും അടിച്ച് നിലംപരിശാക്കിയിട്ട് വീണ്ടും മുറിക്കകത്തേക്ക് കയറും. ഇപ്പൊ അവസാനത്തെ സ്റ്റേജ് റിച്വൽസ് ഇവർ ചെയ്യാൻ പോവാണ്. അത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഈ ചേച്ചിയുടെ അകത്തേക്ക് ഏതോ ഒരു പ്രേതം കൂടും. ചേച്ചി കടന്ന് തുള്ളാനും ഇവർ ആക്രമിക്കാനും തുടങ്ങി. ഭാഗ്യത്തിന് ബഡ്ഡി ലേഡി ചേച്ചിയെ പിടിച്ച് മന്ത്രമൊക്കെ ജപിച്ച് ആ പ്രേതത്തിനെ വിരട്ടിവിട്ടു. ഈ അവസാനത്തെ റിച്വൽസ് ചെയ്യുമ്പോൾ കുടുംബക്കാരിലേക്ക് ഈ പ്രേതം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കെയർഫുൾ ആയിട്ടിരിക്കാൻ ബഡ്ഡിക്കാരി ഡോക്ടർ ലേഡിയോട് പറയും. അത് മാത്രമല്ല, ഈ പ്രേതത്തിന് ഇത്രയധികം ശക്തിയും ഈ വീടിന്റെ കൺട്രോളും കിട്ടണമെങ്കിൽ ഈ വീട്ടിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം, ഒരു ആവരണം ഉണ്ടാവണം, അത് നമുക്ക് നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ വീട് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങും. അപ്പൊ വീടിനകത്ത് പല ചുവരുകളിലായി വിച്ച് ക്രാഫ്റ്റിന്റെ റിച്വൽസ് എഴുതി വെച്ചിട്ടുണ്ട്. സാത്താൻ ഈ വീടിന്റെ കൺട്രോൾ എടുത്തതിന് അടയാളമാണത്. ആ ആവരണം നശിപ്പിക്കണമെങ്കിൽ ഈ എഴുത്തുകളെല്ലാം നശിപ്പിക്കണം. ഹീറോ ആ ചുമതല ഏറ്റിട്ട് ഭിത്തികളിലെ എഴുത്തുകളെല്ലാം ചുറ്റിയുകൊണ്ട് അടിച്ചു പൊളിക്കും. ഈ സമയത്ത് പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് നമ്മുടെ ഓഫീസ് ബോയ് ഓടി വന്ന് നോക്കുമ്പോൾ അവൾ എല്ലാ പ്രേതവും മാറിപ്പോയി തനിക്ക് സുഖകരമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ ഹീറോയ്ക്ക് മനസ്സിലാകും അത് അഭിനയിക്കുകയാണെന്ന്. ഇവർ കെട്ടഴിച്ചു വിടാൻ പോകുമ്പോഴേക്കും ഹീറോ കൂടെയുള്ളവരെ തടയുന്നുണ്ട്. ആ പ്രേത പെണ്ണ് ചിരിക്കാൻ തുടങ്ങും. നിങ്ങളൊക്കെ എന്ത് ചെയ്താലും ഈ പെൺകുട്ടിയെ എന്നിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ഇവളെ ബലിയാടായിട്ട് എടുത്തു കഴിഞ്ഞു. ഇനി ഇവളെയും കൂട്ടിയിട്ടേ ഞാൻ നരകത്തിലേക്ക് പോവുകയുള്ളൂ. ഇവളെ മാത്രമല്ല, ഇനി നിങ്ങളെയും കൊണ്ടുപോകും. കാരണം നിങ്ങളൊന്നും നല്ലവരല്ല, പാപികളാണ്. അവൾ ഹീറോയോട് പറയും, നിനക്ക് ഓർമ്മയില്ലേ, നീയും ഒരു പാപിയാണ്. ആ പാവം കുട്ടികളുടെ മരണത്തിന് കാരണം നീയുമാണ്. നിനക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ മരണത്തിന് സാക്ഷിയാവാനേ കഴിഞ്ഞുള്ളൂ. നീയും ഒരു പാപിയാണ്. പ്രേതം ഹീറോ അനുഭവിക്കുന്ന ആ വലിയ ട്രോമ വീണ്ടും വീണ്ടും എടുത്ത് പറയുമ്പോൾ ഹീറോയുടെ മൈൻഡ് കൺട്രോൾ വിട്ടുപോകും. അവൻ ആ പഴയ സാത്താൻ കൂടെ വന്നതായിട്ട് തോന്നി ആ സാത്താനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ഹീറോ തന്റെ ബഡ്ഡി ലേഡീനെ ആയിരിക്കും കൊല്ലാൻ ശ്രമിക്കുന്നത്. ബോധം വരുമ്പോഴേക്കും ആ പെണ്ണ് അവശ നിലയിലായിരിക്കും. പ്രേതത്തിന്റെ കളികളിൽ പെട്ടുപോകരുത്, നീ മൈൻഡ് തിരിച്ച് കൺട്രോളിലേക്ക് കൊണ്ടുപോവാ. അവള് നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബഡ്ഡി ലേഡി ഹീറോയോട് പറയും. എന്നിട്ട് അവസാനത്തെ ഇവരുടെ റിച്വലാണ് കത്തി കൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടിയുള്ള എന്തോ ഒരു റിച്വൽ. അത് ചെയ്യുമ്പോൾ ഈ പ്രേതത്തിന് വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രേതം കൂടുതൽ ഡിസ്റ്റർബായി. അത് ബഡ്ഡി ലേഡിയോട് പറയും, നീ ഈ പ്രത്യേക എബിലിറ്റി കൊണ്ട് എന്തിനു മനുഷ്യരുടെ കൂടത്ത് നിൽക്കുന്നു? നിന്റെ ഈ ശക്തിക്ക് കാരണം തന്നെ സാത്താനാണ്. സാത്താന്റെ ശക്തിയാണ് നിനക്കുള്ളത്. എന്നിട്ട് നീ എന്തിനു മനുഷ്യരെ സഹായിക്കുന്നു? എന്റെ കൂടെ വാ, നമുക്കൊരുമിച്ച് ഈ ലോകം ഭരിക്കാം. എന്റെ സഹോദരന്റെ ശക്തിയാണ് നിനക്കും കടമായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കുടുംബമാണ്, എന്റെ കൂടെ വാ. ഇത് കേട്ട ബഡ്ഡി ലേഡി പറയും, നിന്നെയല്ല നിന്റെ സഹോദരനെയും ഞാൻ വെട്ടിയില്ലാതാക്കുമെന്ന്. അപ്പൊ ആ സാത്താൻ ചിരിച്ചിട്ട്, അതിനും മാത്രമുള്ള ശക്തി നിനക്കില്ല എന്ന് പറഞ്ഞ് വായേന്ന് കുറച്ച് പുകയൊക്കെ ഊതി ആ റൂം മൊത്തം അതീവ തണുപ്പാക്കി മാറ്റും. ഫ്രീസ് ആവുന്ന തണുപ്പ്. എല്ലാവരും തണുത്ത് വരയ്ക്കുമ്പോൾ ഹീറോ തന്റെ ഓഫീസ് ബോയുടെ അടുത്ത് ഈ തണുപ്പിന് മറയ്ക്കാൻ ഒരു കവർ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അവൻ ചെന്നൊരു ചെമ്പിന്റെ മൂടി കൊണ്ടുവരും തണുപ്പത്ത് മറയ്ക്കാൻ വേണ്ടി. ഹീറോ അവന്റെ മണ്ടയ്ക്ക് ഒരു കൊട്ട് കൊടുത്തിട്ട് വേറെന്തെങ്കിലും കോട്ടുണ്ടോ എന്ന് പോയി നോക്കണം, ഇതുകൊണ്ട് എന്താ ഞാൻ മറക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനെ ചീത്ത പറയുക. ഈ സമയത്ത് ആ സാത്താൻ പെൺകുട്ടി പെട്ടെന്ന് ബഡ്ഡി ലേഡിയുടെ മുന്നിലേക്ക് വന്ന് അവളെയും വലിച്ച് നരകത്തിന്റെ വിഷ്വല് കാണിച്ചു കൊടുക്കും. മനുഷ്യർക്ക് വേണ്ടി നീ നിന്റെ എബിലിറ്റികൾ ഉപയോഗിക്കണ്ട, കളഞ്ഞു കുളിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ. ഈ സാത്താന്റെ റാണിയായിട്ട് നിന്നെ വാഴിക്കാം. നീ ഞങ്ങളുടെ സിസ്റ്ററാണ്. ഇത് കേട്ട ബഡ്ഡി ലേഡി പറയും, നരകത്തിലെ റാണിയാവാൻ എനിക്ക് താല്പര്യമില്ലടി, എന്റെ തലേന്നിറങ്ങിപ്പോ, എനിക്ക് ഇല്ലാ ഉലകം കാണണ്ടെന്നും പറഞ്ഞ് അവൾ നിലവിളിച്ച് പഴയ ബോധത്തിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് ഇനിയും ഈ പ്രേതം നമ്മളെ പറ്റിക്കാൻ അനുവദിക്കരുതെന്നും പറഞ്ഞ് അവളുടെ തലയെ പിടിച്ച് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ പ്രേതത്തിന് ഏകദേശം കൺട്രോളിൽ കൊണ്ടുവരുന്ന സമയം ഈ പെണ്ണ് ബോധം കെട്ടത് കണ്ട് ചേച്ചി കളമെല്ലാം പൊട്ടിച്ച് അകത്തേക്ക് കയറി. എന്റെ മോളെ വിട്ടേക്കൂ, അവള് മരിച്ചു പോകണ്ട, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ചേച്ചി കളം പൊട്ടിച്ച് അകത്തേക്ക് കയറി. കളം പൊട്ടിയ ഉടനെ ഈ പ്രേതത്തിന് പഴയ ശക്തി വീണ്ടും തിരിച്ചു വന്നു. അത് ഇവരെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് വീടിന് വെളിയിലേക്ക് എട്ടുകാലിയെ പോലെ ഓടി രക്ഷപ്പെടാൻ നോക്കുക. വീട് മൊത്തം ഇരുട്ടായി. ആ പെൺകുട്ടി എവിടെയാ പോയെന്നറിയില്ല. അവൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പുലരുമ്പോഴേക്കും സാത്താൻ ആ പെൺകുട്ടിയുമായി നരകത്തിലേക്ക് തിരിച്ചു പോകും. ഇവര് വീടെല്ലാം പരിശോധിച്ച് നടക്കുക. ഇതിനിടയിൽ മറ്റേതൊക്കെയോ ബാഹ്യ ശക്തികൾ ഹീറോയുടെ കൂടെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ ആരൊക്കെയോ ചേർന്ന് ഇവിടെ സാത്താനോടുള്ള പ്രാർത്ഥന നടത്തുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അതെവിടെയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ പരിശോധിക്കാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് ഹീറോ ചേച്ചിയോട് ചോദിക്കും. ഇതുവരെ സ്റ്റോർ റൂം അവർ പരിശോധിച്ചിട്ടില്ല എന്ന് ചേച്ചി പറയുന്നുണ്ട്. ഹീറോ സ്റ്റോർ റൂമിലേക്ക് ഓടിച്ചെല്ലാണ്. ആ സ്റ്റോർ റൂമിന് അടിയിൽ ഒരു രഹസ്യ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഈ സമയത്ത് ആ പെൺകുട്ടിയിലെ പ്രേതം അതിന്റെ ചേച്ചിയെ കടിച്ചില്ല നോക്കുക. ഹീറോയുടെ ബഡ്ഡികളാണ് ചേച്ചിയെ രക്ഷപ്പെടുത്തുക. എന്നിട്ട് അവൻ ആ പ്രേതത്തെ പിടിക്കാനും നോക്കുന്നുണ്ട്.
കഴിയുന്നില്ല. ഈ നേരം അണ്ടർഗ്രൗണ്ടിനകത്തേക്ക് വന്ന ഡോൺലി മാമൻ അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടും. അവിടെ ഒരു 5-6 മന്ത്രവാദികൾ കാര്യമായി ഉണക്കമരത്തിനെയും കെട്ടിപ്പിടിച്ച് സാത്താനെ പ്രാർത്ഥിച്ച് സേവിക്കുന്നുണ്ട്. ഇവന്മാരുണ്ടാക്കി വിട്ട ബാഹ്യശക്തിയിലാണ് ആ പെൺകുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. സോ ആദ്യം ഇവന്മാരെല്ലാം തകർക്കാൻ വേണ്ടി മാമൻ ഗ്ലൗസ് ഇട്ട് ആ മന്ത്രവാദികൾക്കെല്ലാം പൊരിഞ്ഞിടി കൊടുക്കുക. ഇതിനിടയിൽ മാമനെ തളയ്ക്കാൻ വേണ്ടി കയറിട്ട് കഴുത്തെ മുറുക്കി അവർ കൊല്ലാനും നോക്കുന്നുണ്ട്. എന്നാൽ മാമനാവട്ടെ ആ ഒറ്റ കയർ വലിച്ച് ഈ മന്ത്രവാദികളെല്ലാം തല്ലി പറപ്പിക്കും. അതിലൊരുത്തന്റെ കുത്തും കൊള്ളുന്നുണ്ട്. അപ്പോഴായിരിക്കും മാമന്റെ അകത്തുള്ള ആ പ്രത്യേക സാത്താൻ പുറത്തു വരുന്നു. ഒറ്റ അടിയ മന്ത്രവാദി തെറിച്ചുപോയി. അപ്പോൾ മാമന്റെ അകത്തും ഒരു പ്രത്യേക ഡെവിൾ പവർ ഉണ്ട്. അത് പക്ഷെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് മാമൻ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇപ്പൊ ആ മന്ത്രവാദികളെല്ലാം ഇടിച്ചിട്ടതിന് ശേഷം മാമൻ തിരിച്ച് തന്റെ കൂട്ടുകാരടുത്തേക്ക് വരുന്നു. അപ്പോഴായിരിക്കും കാണാതെ പോയ പെൺകുട്ടി ഏറി പറന്നു വന്ന് ഇവർക്ക് മുന്നിലിറങ്ങുന്നു. നിങ്ങളുടെ ഗെയിംസിന്റെ സമയമെല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ തിരിച്ചു പോകുന്നു നരകത്തിലേക്ക്. ഈ പെൺകുട്ടിയെ ഞാനൊരു ദാനമായിട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അവൾ ആവിയായി തിരിച്ചു പോകാൻ ഒരുങ്ങാണ്. സൈത്താന്റെ നരകവാതിൽ മെല്ലെ തുറന്നു തുടങ്ങി. അപ്പോഴായിരിക്കും നമ്മുടെ ബഡ്ഡി ലേഡി എഴുന്നേറ്റ് വരാം. യു ഡേർട്ടി അഗ്ലി മാൻ, കൊച്ചുകുട്ടികളെ ബലിയാടാക്കുന്ന നാണം കെട്ട സൈത്താനെ, നീ ആരാണെന്ന് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അപ്പോഴേക്കും ബഡ്ഡി ലേഡിക്ക് ഈ സൈത്താൻ ആരാണെന്ന് മനസ്സിലായി. അതിന്റെ പേര് മനസ്സിലായി. വന്ന നരകത്തിലേക്ക് എന്നെ തിരിച്ചു പോ യു ബാസ്റ്റഡ്. നീ ആരാണെന്ന് എനിക്കറിയാം മൊലോക്ക്. നീ വന്ന നരകത്തിലേക്ക് എന്നെ തിരിച്ചു പോ. നിനക്ക് ഈ ഭൂമിയിൽ നിന്നും ഇനിയും ഒരു കുഞ്ഞാടിനെ ബലിയാടായിട്ട് എടുക്കാൻ കഴിയില്ല. ഞങ്ങളതിന് സമ്മതിക്കില്ലടാന്നും പറഞ്ഞ് ഈ പെണ്ണ് അവൾക്കറിയാവുന്ന മന്ത്രമൊക്കെ ഉരുവിടാ. തന്റെ കള്ളി വെളിച്ചത്തായ സൈത്താൻ അതിന്റെ ദേഷ്യം കൊണ്ട് ഇവരെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങും. പക്ഷെ മാമൻ പിള്ളേരെ എല്ലാം രക്ഷപ്പെടുത്തി. ബഡ്ഡി ലേഡിയാണെങ്കിൽ ആ സൈത്താനെ ഭയപ്പെടാതെ തന്റെ മന്ത്രങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഉരുവിടുന്നുണ്ട്. അവസാനം ഈ പെണ്ണിന്റെ ബോധം പോയി. ആ പിശാച് കൂടിയ പെൺകുട്ടിയുടെ ബോധം പോയി. അവൾ നിലത്തേക്ക് വീണു. അവളുടെ ശരീരത്തിൽ നിന്നും ഒരു ആവി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ആവി വന്ന ഉടനെ നരകത്തിന്റെ വാതിൽ തുറക്കുന്നു. എന്നാൽ ശരി, ആ സൈത്താൻ മാത്രം തിരിച്ചു പോകും, നരകത്തിലേക്ക് തിരിച്ചു പോകും, ഈ പെണ്ണിനെ വിട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചാല് ഈ പോണ ആവി ഇവരെ പറ്റിച്ച് വീണ്ടും ആ പെണ്ണിന്റെ ശരീരത്തിൽ കയറിയിട്ട് ഞാൻ അങ്ങനെ തനിച്ചു പോകുമെന്ന് വിചാരിക്കേണ്ടടാ ഊളകളെ, ഞാൻ തിരിച്ചു പോകണമെങ്കിൽ ഇവളെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് അനീത്തിക്കുട്ടിയുടെ ശരീരം എടുത്ത് ഈ സാത്താൻ തിരിച്ചു പോകാൻ നോക്കുക നരകത്തിന്റെ വാതിലിലൂടെ. ഉടനെ കുഴി വീഴാൻ പോകുന്ന വണ്ടിയെ കയറ് കെട്ടി വലിക്കുന്ന പോലെ ഓഫീസ് ബോയ് ഒരു കയറെടുത്തോണ്ട് വന്ന് ഈ പെണ്ണിനെ കെട്ടിവെക്കും. എന്നിട്ട് മാമനൊരു അറ്റവും കൊടുത്തിട്ട് വിടലേ പിടിച്ചോ, ഇല്ലെങ്കിൽ ആ സൈത്താൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് മാമനോട് വലിക്കാൻ പറയുക. സൈത്താനുമായിട്ട് ഇവരൊരു വടംവലി നടത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചില സൈത്താന്മാർക്ക് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച പേടിയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പൊ മാമൻ വലിച്ചു പിടിച്ചിട്ടുണ്ട്. ബഡ്ഡി ലേഡിയാണെങ്കിൽ അവൾക്കറിയാവുന്ന ബാക്കിയുള്ള മന്ത്രങ്ങളും ഉരുവിടുന്നു. അത് കേട്ടപ്പോൾ പിശാച് ആകെ അപ്സെറ്റായി. അത് വലിയ ധർമ്മസങ്കടത്തിലായി. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞ് അത് പെൺകുട്ടിയും താഴെ വിട്ട് അതിന്റെ ആത്മാവിനെ മാത്രം കൊണ്ട് ഈ സൈത്താൻ നരകവാതിലേക്ക് ശക്തിയായി കടന്നു പോവാണ്. എന്നിട്ടത് ഇളിച്ച് കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ മാമൻ ഇഷ്ടപ്പെടില്ല. നീ വലിയ സൈത്താനാണെങ്കിൽ ഞാൻ ഡോൺലി ആടാന്നും പറഞ്ഞ് മാമൻ ചാടി വന്ന് അതിന്റെ മോന്തയ്ക്ക് ഒറ്റയിടി. പാന്നടി ഫുൾ ആരെടുത്തടാ കാണിക്കുന്നു? സൈത്താന്റെ മോന്ത ചെളിങ്ങിയത്. അയ്യോ എൻ്റെ പൊന്നേന്നും പറഞ്ഞു ഒറ്റ ഓട്ടാണ്. പിന്നെ വരൂല. അത് വന്നാണ്ടല്ലോ ഞാൻ കാണിച്ചത്. വാടാ നീ വാടാ. അങ്ങനെ സൈത്താൻ പോയി. എല്ലാം ശുഭം. പെൺകുട്ടിയെ ഒരു പോറലും ഇല്ലാതെ ഇവർക്ക് തിരിച്ചു കിട്ടി. അവൾക്ക് ബോധം വരുമ്പോൾ അവൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ വാങ്ങിയ പൈസയ്ക്ക് വളരെ വൃത്തിയായി പണി ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ചേച്ചി അനിയത്തിയും സന്തോഷത്തോടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മാമൻ കൂട്ടുകാരെയും വിളിച്ച് ഗ്ലൗസ് ഇട്ട് വലിയൊരു ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ നിറച്ചും സാത്താൻ സേവകന്മാരാ. അതിന് നടുവേ വെള്ളത്തുണിയിട്ട ഒരു സാത്താൻ സേവിയർ. അയാളാണ് ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ നാട്ടിലെ കുറെ മന്ത്രവാദികളെ ഉണ്ടാക്കി സാത്താനും മനുഷ്യരെ ബലിയാടാക്കി കൊണ്ടുപോകുന്നു. എല്ലാത്തിനും കാരണക്കാരൻ ആ വെള്ള ഹുഡി തൊപ്പിക്കാരനാണ്. നിന്നെ പിടിക്കൂടാ, ഞാൻ ഇല്ലാതാക്കൂടാന്ന് പറഞ്ഞിട്ട് മാമൻ അടിയാളുകളെല്ലാം അടിച്ചു തെറിപ്പിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലാണ്. അയാളുടെ പേരാണ് റൂഫസ്. അങ്ങനെ അവിടെ വെച്ച് ഹോളി നൈറ്റ് ഡീമൺ ഹണ്ടേഴ്സ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഏറ്റെടുത്താൽ എല്ലാം ഇഷ്ടപ്പെടുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കാൻ ശ്രമിക്കുക, എല്ലാം ഇഷ്ടപ്പെടും. എന്നിട്ടൊരു ലൈക്ക് പോടുങ്കോ, കമൻറ്റ് പോടുങ്കോ, ഒപ്പം ഒരു ഷെയർ പോടുങ്കോ. ഞാൻ പോയി വരാൻ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's bye from Uru Kadasulutumas.